നമസ്കാരം. ഇന്നലെ റെയിൽവേ വന്ദേ ഭാരതിന്റെ ആദ്യ റൺ എന്നുള്ള നിലയ്ക്ക് എറണാകുളം ടൗണിലെ 5 സ്കൂളുകൾ ക്ഷണിച്ചിരുന്നു. അതിലൊന്നും നമ്മുടെ സ്കൂളാണ് എന്നുള്ള സന്തോഷമുണ്ട്. ഇതിൽ ഈ റണ്ണിൻ്റെ ഇടയ്ക്ക് ട്രാവലിങ്ങിനിടയ്ക്ക് ഏതോ ഒരു മീഡിയ ആരെന്നറിഞ്ഞൂടെ ലോക്കൽ ചാനൽ വല്ല ആകാതെ അവർ കുട്ടികളോട് പറഞ്ഞു ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ പാടിയത് വന്ദേ മാതരം എന്നുള്ള ദേശഭക്തി ഗാനമാണ്. അപ്പോൾ അത് വേണ്ട, ഒരു മലയാളം ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ അത് അവരുടെ ഡിമാൻഡ് പ്രകാരം ഇവർ ചൊല്ലിയതാണ് ഈ ദേശഭക്തി ഗാനം. പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി ശേചനമേക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ എന്ന് തുടങ്ങുന്ന ലൈൻ അങ്ങ് തീരുന്നത് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ എന്നുള്ള ഒരു ആശയത്തോടു കൂടിയിട്ടാണ് ഈ ലൈൻ അവസാനിക്കുന്നത്. പക്ഷെ ഇതിൽ ആരും പറഞ്ഞിട്ടോ റെയിൽവേ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല. കാരണം ഇത്രയും ഒരു ലിറിക്സ് എന്തായാലും കുട്ടികൾക്ക് അത്രയും സമയം കൊണ്ട് ചൊല്ലാൻ സാധിക്കില്ല. ഇത് ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് ചൊല്ലുന്നതാണിത്. പിന്നെ ഇത് RSSന്റെ ആണോ അതെയോ BJPക്കാരുടെ ആണോ അതെയോ CPMകാരുടെ ആണോ ഇതൊന്നുമല്ല, ദേശഭക്തി ഗാനമാണ്. ഈ ഒരു നിലയ്ക്കാണ് നമ്മൾ ഇതിനെ എടുത്തിട്ടുള്ളൂ. അതാണ് ഇതിനകത്ത് നടന്നത്. സ്കൂൾ കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ RSSന്റെ ഗണഗീതം എന്ന വിധത്തിൽ പ്രചരിക്കുന്ന ഒരു പാട്ട് പാടിയതാണ് യഥാർത്ഥത്തിൽ ചർച്ചയായിട്ടുള്ളത്. ഈ ഗണഗീതം എന്ന് പറയുമ്പോഴേ ഗണം മീൻസ് ഗ്രൂപ്പ്, ഗീതം മീൻസ് സോങ്. അപ്പൊ ഗണഗീതം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സോങ് എന്ന് അർത്ഥമുള്ളൂ. ഞാനത് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ഈ RSSന്റെ ഗണഗീതം എന്ന് പറയുമ്പോൾ നമ്മുടെ ONV കുറുപ്പ് സാറിന്റെ കവിതകൾ പോലും അതിൻ്റെ അകത്തുണ്ട്. വളരെ മനോഹരമായ 2-3 കവിതകൾ അദ്ദേഹത്തിന്റെ എടുത്തിട്ടുണ്ട് എന്ന് ഗണഗീതമായിട്ട്. അപ്പോൾ ദേശഭക്തി ഗാനങ്ങളെയാണ് ഗണഗീതം എന്നുള്ള നിലയ്ക്ക് അവർ പ്രചരിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് ഈ അടുത്ത ഇടയ്ക്ക് എനിക്ക് 1 മാസം മുമ്പ് ഒരു മതന്യൂനപക്ഷങ്ങളുടെ സ്കൂളിലും ഇതേ പാട്ട് പാടി എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിവാദമാക്കിയിരുന്നു. ദേശഭക്തി ഗാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏത് വരിയാണ് നമുക്കെതിരുള്ളത്? പരമപവിത്ര മദാമി മണ്ണിൽ, പരമം പവിത്രമായ ഈ മണ്ണ്, അതായത് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ, ഇതാണ് നമുക്കെതിര്. ഇനി അതിൻ്റെ അകത്ത് കുട്ടികൾ ചൊല്ലി നിർത്തുന്ന ഒരു പാട്ടുണ്ട്, ഒരു ലൈനുണ്ട്, പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്ത് പല ജാതി, പല മതം, പല വർഗം, പല ഭാഷ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒറ്റ മനസ്സോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കണം. ഇത് ഏതാശയം? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന നാനത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ആശയമല്ലേ അത്? ഈ ദൃശ്യങ്ങൾ പകർത്തിയത് സ്കൂളിന്റെ അധികൃതരോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളോ അങ്ങനെ ആരെങ്കിലും ആണോ അതെയോ വേറെ ഏതെങ്കിലും ആളുകൾ പ്രചരിപ്പിച്ചതാണോ? അതാ പറഞ്ഞു. ഇത് ഇവിടെ ഒരുപാട് പേര് വന്നിരുന്നു. എല്ലാ സ്കൂളിലും ബൈറ്റ്സ് ഒരുപാട് മീഡിയാസ് എടുത്തിരുന്നു. അതിനകത്ത് എനിക്കൊരു മീഡിയ കാണാൻ സാധിച്ചത് കുറച്ച് പ്രായം ചെന്ന ലേഡീസ് ഡാൻസ് കളിക്കുന്നത് അതിൻ്റെ അകത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു റിജോയ്സിങ്ങിന് ഇടയ്ക്ക് സംഭവിച്ചതാണത്. പക്ഷെ ഇത് പർപ്പസ്ഫുള്ളി നടന്നൊരു ഇൻസിഡന്റ് അല്ല. കുട്ടികൾ ചൊല്ലാൻ പറഞ്ഞു, അവർ ചൊല്ലിയത്. യെസ്, ഇതിലാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത്. കാരണം ഇന്നലെ ഞാൻ ഇങ്ങനെ മീറ്റിംഗിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ സുഹൃത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു മീഡിയ ഇതിനെ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം ആ മീഡിയയുടെ പെർസ്പെക്റ്റീവാണ്, ആശയമാണ്, അവർ ചെയ്തോട്ടെ, നമുക്കതിൽ സ്കൂളിന് ബാധകമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിത് സദേൺ റെയിൽവേയുടെ സൈറ്റിൽ നോക്കിയപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് എടുത്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത സുഹൃത്ത് വിളിച്ചു, മാഷേ ഇത് ഡിലീറ്റ് ആയി എന്ന് പറഞ്ഞു. അതാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ചെയ്തിട്ട് ഇത് കുട്ടികളുടെ മൊറൈലിനെ ബാധിക്കുന്നതാണ്. ഒരു ദേശഭക്തി ഗാനം ചൊല്ലിയതിന്റെ പേരിൽ അവരെ ക്രൂസിഫൈ ചെയ്യാനുണ്ട്. ഇവരുടെ വീഡിയോ എടുത്ത് ഇവർ സംഘികൾ എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. കുട്ടികളുടെ ഫോട്ടോ വെച്ച് അതിലെ പല ഇതിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമുക്കിതായത്. അത് അവർ വിഡ്രോ ചെയ്തപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിനും റെയിൽവേ മിനിസ്റ്ററുടെ ഓഫീസിനും അതുപോലെ സുരേഷ് ഗോപി സാറിനും ജോർജ് കുര്യൻ സാറിനും നമ്മുടെ കൺസേൺ അറിയിച്ചു. അതോടൊപ്പം തന്നെ സദേൺ റെയിൽവേക്ക് നമ്മൾ ലെറ്റർ അയച്ചു. അതിന്റെ ഭാഗമായതുകൊണ്ടാകാം. കാരണം വെച്ചാൽ അവർ വീണ്ടും വൈകുന്നേരം 7 മണിക്ക് ഇത് റീപോസ്റ്റ് ചെയ്തു. നമ്മളിതിന്റെ കൃത്യമായ അർത്ഥം അവർക്ക് ലെറ്ററിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊടുത്തത്. അതുകൊണ്ടാകാം മിക്കവാറും അവരത് റീപോസ്റ്റ് ചെയ്തു. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ആണോ ഈ പാടിയ പാട്ട്? ഞാൻ പറഞ്ഞ അതെ, സ്കൂളിൽ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വന്ദേ മാതരം, ഞാനൊരു ചോദിക്കട്ടെ, വന്ദേ മാതരം നമുക്ക് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ന് ഈ 7-ാം തീയതി 150-ാം വാർഷികമായിരുന്നു. നമ്മൾ അതിനെ ദേശഭക്തി ഗാനമായിട്ടല്ലേ ചൊല്ലുന്നത്? AR റഹ്മാൻ കമ്പോസ് ചെയ്ത വന്ദേ മാതരം ഇല്ലേ, അതും നമ്മൾ എടുക്കുന്നില്ലേ? ഇതിനെ നമ്മൾ ദേശഭക്തി ഗാനമായിട്ടല്ലേ എടുക്കുന്നത്? ഇതിനെയല്ല. അതാ പറയുന്നത് ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞാൽ അത് ആര് പഠിപ്പിച്ചാലും ആര് എഴുതിയാലും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഇനിയൊരു കാര്യം കൂടി പറയാം. ഞാൻ ഇവിടെ പ്രിൻസിപ്പളായിട്ടൊരു 3 വർഷമായുള്ളൂ. ഒരു ആനുവൽ ഡേക്ക് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളിയെ എന്ന് പറഞ്ഞ പാട്ട് ഞങ്ങൾ അവതരിപ്പിച്ചു എന്ന് വിചാരിച്ച് ഇടതുപക്ഷ സഹയാത്രികരുടെ ആശയമാണ് അവിടെ പഠിപ്പിക്കുന്നതെന്നാണോ അർത്ഥം? അത് നല്ലത് എന്ത് കണ്ടാലും അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾ അവിടെ ചൊല്ലിയത് ഈ ലേറ്റസ്റ്റ് കുടിച്ച കള്ളൊന്നും കള്ളമല്ലട എന്നുള്ള പാട്ടൊന്നുമല്ല. പകരം നമ്മുടെ ഭാരതത്തെ
വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ചൊല്ലിയത്. അതിൻ്റെ പൂർണ്ണമായ വരികൾ നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഒരു വരിയിലും ഒരു മതത്തെയോ ഒരു രാഷ്ട്ര പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ജാതിയോ എടുത്ത് കാണിക്കുന്നില്ല. പ്യുവർലി നാനത്വത്തിൽ ഏകത്വം എന്നുള്ള ആശയവും എല്ലാവരും ഈ ഭാരതത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആശയമാണുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് വളരെ ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ വേദനാകരമായ ഒരു സംഭവമാണത്. ഇന്ന് രാവിലെ തന്നെ ഇത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വന്നതിന് ശേഷം ഒരുപാട് പേരൻസ് ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ വളരെ പാനിക്കാണ്. ഈ ഒരു അവസ്ഥ തുടരുവാണെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായിട്ട് നടപടിയിലേക്ക് പോകണം. കാരണം കുട്ടികളുടെ ഫോട്ടോ ഇതൊക്കെ ബാലാവകാശ കമ്മീഷൻ ഒക്കെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഇട്ട് ഇതുപോലെ അവരെ സംഖ്യകൾ എന്നുവരെയും കുട്ടികളെ വർണ്ണിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ആരുടെ ഭാഗത്താണ് ന്യായം? അത് ഇതിൽ ആരാണ് ഇരയെന്നാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത്? അതൊക്കെ നമ്മൾ അറിയപ്പെടേണ്ട ഒരു കാര്യമാണത്. എന്തായാലും ഇത് നല്ലതാണ് ചെയ്തത്. അതാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്. എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ അത് നല്ലതാണ് ചെയ്തത്. അവർ മോശമായ പാട്ടല്ല അവിടെ പാടിയത്. കാരണം വന്ദേ ഭാരത് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനകരമായ ഒരു റെയിൽവേ, ഒരു ട്രെയിൻ ഉദ്ഘാടനം ചെയ്തപ്പം അതിന് ഭാരതത്തിന്റെ ഒരു ഗീതമാണ് അവർ ചൊല്ലിയത് എന്നുള്ളത് നമുക്ക് ആശംസിക്കാം. മറ്റൊന്നുമല്ല അവർ ചൊല്ലിയത്. ഇതാണ് എൻ്റെ ഒരു ഭാഷ്യം. എൻ്റെ പേര് ഡിൻഡോ. ഞാൻ എളമക്കര സരസ്വതി വിദ്യാനികേന്ദ്ര പ്രിൻസിപ്പളാണ്. നമസ്കാരം.